കേരള സ്റ്റോറീസ്. ആക്ച്വലി കേരള സ്റ്റോറി അല്ലെങ്കിൽ കേരളത്തിന്റെ റിയാലിറ്റി ഇതാ കണ്ടു. വയനാടൻ പോത്ത് കഴിഞ്ഞിട്ടില്ല, അടുത്തൊരു പരിപാടി കൂടി ഉണ്ട്. ഫൈനലി ടേസ്റ്റാന്നറിയോ? സത്യം പറഞ്ഞാൽ ഞാൻ റിയലി എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബീഫ് കഴിക്കാത്തവർ, കേരളത്തിൽ ബീഫ് കഴിക്കാത്തവർ, ബീഫ് ഇഷ്ടമില്ലാത്തവർ, ബീഫിനെ മതപരമായി ചിന്തിക്കുന്നവർ ഈ വീഡിയോ കണ്ട തള്ളിപ്പോയിക്കോ. ആൻഡ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നല്ല മൊരിഞ്ഞ ബീഫ്, നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫ് റോസ്റ്റും ബീഫ് വരട്ടിയതും ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ നല്ല അറഞ്ചും പുറഞ്ചും ഏത് നട്ടപ്പായിരിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാൻ കഴിക്കുന്നവരുണ്ട്. അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ കേരള സ്റ്റോറീസ് ഞങ്ങൾ എപ്പോഴാണോ ഇവിടെ കേരളക്കാരും മലയാളം ആണ് പറയാറില്ല, ഞങ്ങൾ ഹിന്ദി പറയാറില്ല. ബംഗാളിൽ നിന്നും പഞ്ചാബിൽ നിന്നും നോർത്തിൽ നിന്നൊക്കെ വന്ന് കുറെ ബംഗാളീസാണ് ഇവിടെ വന്നിട്ട് ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദേ ഓൾസോ സ്റ്റാർട്ടഡ് ലൈക്ക് ഈ നമ്മുടെ ബീഫ് കഴിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനൊരു കേരള സ്റ്റോറി എന്നുള്ള ഒരു മാനിപ്പുലേറ്റഡ് സാധനം ഉണ്ടാക്കി പല ആളുകൾക്കും അയ്യോ കേരളം ഇങ്ങനെയാണോ പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുമാതിരി കേരളക്കാരെ ഊഞ്ഞാലടിക്കുന്ന പരിപാടിയല്ലേ. മലയാളീസിനോട് കളിക്കാൻ നിൽക്കരുത്. ഈ ഡയറക്ടറിന് നല്ലൊരു വ്യക്തത ഇല്ലെന്ന് തോന്നുന്നു. വ്യക്തത ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് മുഴുവൻ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതിനകത്ത് കേരളം എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മലയാളീസ് ഇവിടെ നല്ല നല്ല രീതിയിൽ ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫുഡിനെ അങ്ങനെ ക്ലബ് ചെയ്ത് മതമായിട്ടൊന്നും റിലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതോടുകൂടി അങ്ങോട്ട് ബാൻ ചെയ്യിപ്പിക്കണം. ഇതല്ല ശരിക്കും കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു അട്ടർ ഫ്ലോപ്പ് ആൻഡ് ഭയങ്കര ഒരു പൊളിറ്റിക്കലി മതപരമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പരിപാടി ഇവിടെ ഞങ്ങൾ മലയാളീസ് ഉള്ളപ്പോൾ, അതിന് ബീഫിന്റെ ഹാർഡ് കോർ ഫാൻസ് ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ നടന്ന പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുമോ? നമ്മൾ റിയാക്ട് ചെയ്യും. ആൻഡ് ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ പോപ്കോണ് പകരം നല്ല ബീഫ് ഡ്രൈ ഫ്രൈസ് ഒക്കെ നമ്മുടെ ഇവര് കൊടുക്കുക, പി വി ആറിലും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ കൊടുക്കുക. അതേപോലെ പുറത്ത് തട്ടുകടയിലെ ടീംസ് ഒക്കെ വന്നിട്ട് നല്ല കുറച്ച് ബീഫ് കഴിച്ചുകൊണ്ട് തന്നെ അവർ പ്രതിഷേധം കാണിക്കണം. ബീഫൊക്കെ നല്ല അടിപൊളി ഫുഡാണ്, അതിനെന്തിനാണ് വെറുതെ ഇങ്ങനെ മതപരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്? ടീലറ് കണ്ടില്ലേ മൂക്ക് പൊത്തിപ്പൊടിച്ച് ബീഫ്, നല്ല പൊറോട്ട നല്ല പത്തിരി അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ കൂട്ടിയിട്ട് ആ കൊച്ചിന്റെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുത്ത് നോക്കിയേ, ഷൂട്ട് മാറ്റി വെച്ച് അതിരുന്ന് കഴിക്കും. ഇങ്ങനത്തെ ഒരു ഊഞ്ഞാല കൊണ്ട് മലയാളീസിന്റെ ഇടയിൽ വരരുത്, അതിന് ശക്തമായിട്ട് പ്രതികരിക്കണം. സോ ഗൈസ്, ബീഫ് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക, റെസിപ്പീസ് കിട്ടുമോ, അപ്പൊ അവർ കാണുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇനി ഇത് കണ്ടിട്ട് കേരളത്തിലോട്ട് ആരും വരാൻ പേടിക്കേണ്ട, മച്ചന്മാർ ഇവിടെ ഓൾവേസ് ചില്ലാണ്.